ഇത്ര മനോഹരമായി ശ്വാസം വലിക്കുന്നിടയിൽ ആളങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ എത്ര നന്നായനല്ലേ. എന്ത് നാർത്തരോടായി പറഞ്ഞത്? ഒരാൾ വയ്യാണ്ട് കിടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. അല്ല, ഇങ്ങനെ കിടന്ന് വലിക്കുന്നല്ലത് അങ്ങോട്ട് പോണതാ. കാലം പോലും ഈ ശരീരത്തെ തിരിഞ്ഞു നോക്കണില്ല. കാലിന് പോലും വേണ്ടാത്ത ഈ ശരീരത്തെ ഒന്ന് സഹായിച്ചൂടെ എന്റെ പുണ്യാത്മാവേ? പുണ്യാത്മാവ്? നീ എന്തൊക്കെയാ പറയണത്? എന്റെ പൊന്നു ദാസട്ടാ, ചേട്ടനാ കാര്യം കണ്ടു നോക്കിന്ന് പറഞ്ഞേ അപ്പാപ്പ നാളെ നേരം വിളിപ്പിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സന്തോഷമായിട്ട് അമേരിക്കയ്ക്കും പോവാ, അപ്പാപ്പന് സന്തോഷമായിട്ട് മേലോട്ടും പോവാ, നമുക്ക് സന്തോഷമായിട്ട് വീട്ടിലേക്കും പോവാ. ആ ജോസേ, പറഞ്ഞ ആൾക്കാരിവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇന്ന് നടക്കും. പെട്ടി 5.5 മതി, 6 വേണ്ട. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്, ഞാൻ പെട്ടെന്ന്. ആ ജോസേ, അച്ഛൻ ലീവാണെങ്കിൽ കപ്പ്യാര് മതിയിടോ. ഇതുപോലത്തെ ചെറ്റത്തരത്തിന് മേലെ എന്നെ വിളിക്കാൻ പറ്റരുത്. എന്നാ 10,000 കൂടെ. ഏത് 10,000 രൂപ? ഏത് 10,000 രൂപ? കുറച്ച് നേരത്തെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 10,000 രൂപ. അത് ഞാൻ ഇവിടുന്ന് അഡ്വാൻസ് വാങ്ങിച്ചതാ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിലേ അവര് ഇവിടെ ഇട്ട് നമ്മളെ തല്ലിക്കൊല്ലും. ഈ പ്രാഞ്ചേട്ടൻ അത്ര സരകാരനല്ല, ബോബി അതോലൊക്കെ ആയിട്ട് വലിയ ബന്ധുക്കളുള്ള ആളാ. അയ്യോ എടാ, നീ തന്ന പൈസ ഞാൻ അപ്പൊ തന്നെ മാളൂരിനോണ്ട് കൊടുത്തു. അവളാണ് ആ കാശിനിപ്പോ മാലെടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പൊ ഇവർക്ക് എങ്ങനെ പൈസ കൊടുക്കും? അതാ ഞാൻ പറഞ്ഞത്, നമ്മളാരും കൊല്ലൊന്നുമില്ലല്ലോ. ചേട്ടൻ നോക്കി പറഞ്ഞേ. എന്നാലും നമ്മള് നോക്കി പറയാട്ടാ. എടാ എങ്ങനെയാടാ പറയാട്ടാ? ഞാൻ പറയാ, നീ ബഹളം വെക്കല്ലേ. ഭഗവാനെ, ഇയാളിന്ന് എന്തായി? ഇയാളിന്ന് നേരം വെളുപ്പിക്കില്ല. ഉറപ്പാണോ? മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. കൊച്ചുണ്ണി, ഇത് പൊരിച്ചു. ഈ അമേരിക്കക്കാരൊരു ഫാഷന്. അപ്പം മരിച്ച മകന്റെ ഫോട്ടോക്കാ. ഓരോരോ നാട്ടിലെ ഓരോ ആചാരങ്ങള് അല്ലേ? കൊച്ചിക്കല്ല കിരിക്കല്ലേ, ബാക്കി പൈസ ഉണ്ടായിട്ട്. എന്തോരാൾക്കാരത്? ഈ പരട്ട് കലവൻ മരിച്ചതിന് എത്ര ആൾക്കാര്? ഹായ്, കയ്യില് കുറച്ച് പൈസ ഇത്ര ആൾക്കാർ ഇറക്കണം. അനിയന്മാരോട് നിൽക്കണ്ടല്ലേ. നീ ആ സെമിത്തേരിയിലെ കാലങ്ങളൊക്കെ പോയി ശരിയാക്കിട്ടോ. അതൊക്കെ കപ്പേരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കള്ളന്മാര് അപ്പ ചെന്ന സന്തോഷത്തില. നീ ചെന്ന് അച്ഛനെ കൂട്ടാനുള്ള ഏർപ്പാട് ചെയ്യും. വേഗം ചെല്ല്. പിന്നെ ചേട്ടന്മാരെ, ഇന്നലെ നിങ്ങളുടെ അപ്പനെ കൊല്ലാൻ ഏൽപ്പിച്ച ആളാ ഞാൻ. ആ കാര്യം കണ്ണനെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ തന്നെ. അല്ല, ബാക്കി പൈസ കിട്ടില്ല. അകത്ത് കയറി കാണണ്ടേ? ഏയ്, അതിന്റെ ആവശ്യമില്ല. കാശ് വേണമല്ലേ? വാ വാ, ഡീലൊന്നും ആരും കാണണ്ടേ? വിചാരിച്ച പോലെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി തരണ്ട. സ്വന്തമായിട്ട് ഡിവിഷനൊക്കെ വീട്ടിലുണ്ടല്ലേ? വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചില്ലേ, മാളും ഇന്നെ കൊല്ലും. സ്വന്തം ഭാര്യ പേടിച്ചാലോ ചേട്ടാ? പിന്നെ സ്വന്തം ഭാര്യനല്ലാണ്ട് വല്ലവന്റെ ഭാര്യനെ പേടിക്കാൻ പറ്റുമോ? അത് ശരിയാ. കാശ് കൊടുക്കാത്ത കാരണം രാഘവേട്ടനും ഇന്ന് ചീത്ത പറയാൻ സാധ്യതയുണ്ട്. നിന്റെ കാശുണ്ട് 1,000 രൂപ തന്നെ. 1,000 രൂപ 10,000 പലിശക്ക് എടുത്തിട്ട് ഞാൻ ആശുപത്രിയിലെ കടം വീട്ടിയത്. എന്റെ ചേട്ടൊന്നും മുള്ളിയിട്ടില്ലാന്ന്. നിനക്കെന്താ സമയം ഉണ്ടായില്ലേ? സമയമില്ലാണ്ടല്ല പോകേണ്ടത്. അമ്മാതിരി ഇടി അവരിടിച്ചത്. ഓ, കലക്കി കളഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റു തീർക്കാത്തോണ്ട് കടക്കാരനും എന്നെ ഇടിച്ച് മൂത്രം പോകാണ്ടാക്കും. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ നടക്കും. ഹായ്, നല്ല സൂപ്പർ ചവ. തള്ളി പൂരം തയ്ക്കുന്നത് തോന്നുന്നുണ്ട് ദാസട്ടാ. ചുമ്മാ ഇരിക്കടാ. ഇപ്പഴാ ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും നാണയമ്മയുടെ കയ്യിലില്ല ദാസ. ഒരു 100 രൂപ താടാ മക്കളെ. അടിപൊളി, ചെക്ക് ചെയ്ത് കൊടുക്കും. ഒന്നും മിണ്ടായിടാ. എന്റെ ഇപ്പൊ കാശൊന്നുമില്ല അമ്മ. പലചരക്കടന്ന് പറ്റു മേടിക്കാനേ ഞാൻ വന്നത്. മോനെ ദാസ, ഈ കയ്യിലേക്കാ നീ പെറ്റു വീണത്. അല്ലെങ്കിൽ ഇപ്പൊ തറ വീണല്ലേ? നീ പുലിയേട്ടാ. തൃപ്തിയായല്ല ദാസ,
നീ കരിങ്കണ്ണനാണെന്നൊക്കെ അന്നേ ഈ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ നാണിത്തള്ള ചെവി കൊടുത്തിട്ടില്ല. അന്നേ ഈ നാട്ടുകാർ പറയുന്ന കേട്ട് കുഞ്ഞിനെ തന്നെ നിന്റെ കയ്യോ കാലോ തിരിച്ചിരുന്നെങ്കിൽ നീ ഇന്നിങ്ങനെ ഓടിച്ചാടി നടക്കില്ലായിരുന്നു. അത് സത്യം. ചെയ്തില്ലല്ലോ ഞാൻ. ആ, അതാണ് ഈ വയറ്റാട്ടി നാണിത്തള്ളക്ക് നിന്നോടുള്ള സ്നേഹം. ഓ പിന്നെ സ്നേഹം. എടാ എന്നെ പെറ്റിട്ടപ്പോ തന്നെ ഞാൻ ചത്തുന്നും പറഞ്ഞ് കത്തിക്കാത്ത ചൂട്ട് കൊടുത്തോണ്ട് ഓടിയ ആളാ ഇത്. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ. അതെ, പൈസ ആയിട്ട് എന്റെ ഒന്നുമില്ല. ആ ശിവൻകുട്ടിയുടെ കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചോ, എന്റെ പേര് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തോളൂ. അത് മതി, അത് മതി, സന്തോഷായി. ആ അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനം. എന്താണ്? നീ ശിവൻകുട്ടിച്ചേട്ടന്റെ കടയിൽ കയറാൻ പറ്റില്ലല്ലോ. ഓടാ അവിടെ. എടാ എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അത് വല്ല പോളി കൊടുക്കുന്നതായിരിക്കും. ആ പോളി ഇത്രയും വലിയ ആൾക്കാർക്കാ? അത് പിന്നെ കുട്ടിക്കാലത്ത് കിട്ടാതെ വരാണെങ്കിലോ. എടാ ശ്രീകുമാറേ, അവിടെ എന്താ പ്രശ്നം? ആ കുപ്പട്ടന് ഇന്നലെ രാത്രി ആരോ വീട് കയറത്തല്ലേ. നമ്മുടെ കുണ്ടേനെ. ആ അയാൾക്ക് 6 മണി കഴിഞ്ഞ കണ്ണ് കാണില്ലല്ലോ. കൈബലവും പവറും വെച്ചിട്ട് ആളെ കണ്ടുപിടിച്ച് തിരിച്ചടിക്കാനുള്ള പരിപാടിയാ. ആളെ കിട്ടിയ കുന്നുകളയെന്നാ പറയുന്നത്. നമുക്കൊന്നും കണ്ടാല. ഏയ് അതിന്റെ ആവശ്യമില്ല. നീ വാടാ, നീ വന്ന് എന്റെ മനുഷ്യനാരും തല്ലിടത്ത് ഇഷ്ടമല്ല കേട്ടാ. അയ്യേ, നല്ല മലര് പൊട്ടണ അടി. കിട്ടി ചാൻസ് മുതലാക്കണല്ലോടാ. ആ പോടാ പോടാ. സത്യം പറടാ, ഇന്നലെ രാത്രി നീയല്ല പുള്ളിനെ തല്ലിയത്? ഞാനാ? എന്ത് കാര്യത്തിന്? നിനക്കെന്താ പണി? കൽപ്പണി. പൊക്കോ പൊക്കോ. കൽപ്പണിക്കാരൊക്കെ കെട്ടോട്ടടിച്ചിക്കും. കൊല്ലടിക്കാരാ. ഈ കൂട്ടത്തിൽ കൽപ്പണിക്കാർ വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ പൊക്കോ, നാളെ വന്നാ മതി. ചേട്ടൊരു കല്യാണത്തിന് പോകണ്ടായിരുന്നു. പോയി ബാക്കിലേക്ക് നിൽക്കണം. അടുത്ത് ഞാൻ എനിക്കെന്നാ വേഗം പോയി ഫുഡ് കഴിക്കായിരുന്നു. ഏറ്റവും ബാക്കിലിരുത്തവനെ നമ്മുടെ ഒരു കല്യാണം. അവന്റെ ഒരു തിരക്ക് അവിടെ ഇനി കൊച്ചുണ്ടായിട്ട് വിട്ടാ മതി അവനെ. എടാ കൊച്ചുണ്ണി, ഒന്നടിച്ചിട്ട് പോടാ. ടെസ്റ്റ് ചെയ്യട്ടെ നിന്നെ. വേണ്ട, എനിക്ക് നോമ്പാ. നോമ്പില്ലെന്ന് നീ അടിച്ചോ, ധൈര്യമായിട്ട് അടിച്ചോ. നോമ്പാന്ന്. നോമ്പാണെന്നോ? എന്നാ വേണ്ട, ഞാൻ അടിച്ചു കൂട്ടിയാണെന്താ. വേണ്ട. നീ ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചേ? അല്ലാശാനെ, എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കണമല്ലോ. ഓ, ഒരടുത്ത് ഒരപ്പൂപ്പനും അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ രാവിലെ തന്നെ അരി മേടിക്കാൻ കടയിൽ പോയി. അച്ഛനും അങ്ങനെ തന്നെ അരി വാങ്ങിക്കാൻ പോണേ. നാളെ തുടങ്ങി മണ്ണ് വരുത്തുന്ന മതി. അച്ചായി നുണ പറഞ്ഞതാ. അപ്പൂപ്പന് ഷുഗർ ഉണ്ട്, നടക്കാൻ ഇറങ്ങിയതാ. ഓ എന്താണ്? ഭയങ്കര ക്ഷീണം. എന്തു പറ്റി? വെളുപ്പിന് 3 മണിയായി ഓട്ടം കഴിഞ്ഞ് വന്നപ്പോ. അതിന് വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ല. വണ്ടി ഓടാൻ പോയതല്ല, കലിങ്ങേരുന്ന വെള്ളാടിച്ചിന് പോലീസുകാരൻ ഓടിച്ച് വെളുപ്പിന് 3 മണിയായി വീട്ടിൽ വന്നപ്പോ. എന്താ രാത്രി ഇങ്ങോട്ട് വന്ന? എന്താ മിക്സി കംപ്ലൈന്റ്? മിക്സിയാ? എനിക്ക് നന്നാക്കാവുന്നേ ഉള്ളു. ശോഭ സമ്മതിക്കണില്ല. നിന്നെ കൊണ്ട് നന്നായിക്കണം. നീ ഇലക്ട്രീഷ്യനൊക്കെ പഠിച്ചതല്ലേ. രാവിലെ തന്നെ കേട്ടാ, ചമ്മന്തി അരക്കാനുള്ളതാണ്. പിന്നെ നിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 സ്ക്രൂ ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടാ. അത് കണക്കി കൂട്ടണ്ട. ചമ്മന്തി അരക്കാനല്ലേ? രാവിലെ തന്നെ ഇല്ല, ഞാൻ അരക്കേണ്ടി വരും. ഇത് ചമ്മന്തി ഇറക്കാൻ പറ്റില്ല. മൊത്തമായിട്ട് സാമ്പാർ വെച്ച് കൂട്ടിയാൽ മതി രാവിലെ. എന്തൊരു ചൂട്. 5 തെങ്ങിൽ ഒരാൾ തൂങ്ങി മരിച്ചു. ഇതെന്താണ് 5 തെങ്ങിൽ തൂങ്ങി മരിച്ചത്? ഏതെങ്കിലും ഒരു തെങ്ങിൽ തൂങ്ങി മരിച്ചാ പോരായിരുന്നു? അതെ, രാവിലെ വല്ല പണിക്ക് പോയി കൊടുറാ. കൊച്ചു പിള്ളേര് കളിക്കുന്ന കളിയായിട്ട് നടക്കുന്നു. പിന്നെ കൊച്ചു പിള്ളേരെ കളി. ഇത് രാജാക്കന്മാര് കളിക്കുന്ന കളിയാണേട്ടാ. പിന്നെ രാജാക്കന്മാർക്ക് കടത്തിന് വന്നിരുന്നല്ലേ ഇത് കളിക്കണത്. എനിക്ക് ഫുട്ബോളാ ഇഷ്ടം. എന്തോ ഫുട്ബോളാണ് കമത്തി വെച്ചേക്കുന്നത്. അല്ല ചേട്ടൻ ഓട്ടൊന്നുമില്ലേ? ഒരു രക്ഷയില്ലടാ. ഒരു ഓട്ടം കിട്ടുന്നെങ്കിൽ കുതിക്കണി. എങ്ങടാണ്? ഞാനില്ല, ദൂരെ കൂടുതലാണ്. അത് തന്നെ സുഖമില്ല. ചേട്ടന് സുഖമില്ല? എനിക്കല്ല, വണ്ടിക്ക് എന്ത് സുഖമില്ല? വണ്ടിക്ക് മൂലക്കുരു. കളവന്റെ ഓനെ കളിക്കടാ. ഏട്ടാ പോയി നേർച്ചിട്ടിട്ട് വാ. എനിക്കൊന്നും വയ്യ. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ പറയല്ലേ, എനിക്ക് വേണ്ടിയല്ലേ. മക്കളെ
മക്കളെ നമുക്കൊരു 100 രൂപ മക്കളെ കുഴമ്പ് വാങ്ങാനാ മോനെ കുഴമ്പ് വാങ്ങാനാ അയ്യോ ഒന്ന് പോതളേ ആ, മക്കളെ ഒരു 100 രൂപ അയ്യോ അമ്മോ പറഞ്ഞാ മനസ്സിലായില്ലേ നിങ്ങക്ക് അങ്ങോട്ട് മാറിയിക്കാൻ ആ, 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 അയ്യോ അയ്യോ മക്കളെ മക്കളെ അയ്യോ എൻ്റെ നോക്കിക്കണം, മക്കളെ. നോക്കിക്കണം. അയ്യോ 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 ആ. മഹേഷേ, നിന്റെ അമ്മയെക്കാളും 2 ഇരട്ടി പ്രായമുള്ള സ്ത്രീ അത്. നീ കാണിച്ചത് മോശമായി പോയി. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടാ കോപ്പെ നാട്ടുകാരെ കൊല്ലാൻ നടക്കുന്ന കരിങ്കണ്ണൻ ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് കരിങ്കണ്ണനായി പോയത്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ടും നീ ഈ നാടിന്റെ ശാപമായല്ലോടാ. ഏട്ടാ വേണ്ട. ദാസാ, മോനെ. നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ പെങ്ങടെ മെച്ചൊന്ന് കഴിയട്ടെ.